നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആരോഗ്യനിലയെപ്പറ്റി കാര്യമായ പുരോഗതിയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ജെയിൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അത്രയും നേരം ഒരു മനുഷ്യ ശരീരം ഈ കോൺക്രീറ്റ് പാളികളുടെ ബീമിൻ്റെ അടിയിൽ കിടക്കുകയാണ്, ചതഞ്ഞരഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യ ശരീരം അങ്ങനെ പുറത്തേക്ക് എത്തിക്കുമ്പോൾ പക്ഷേ വലിയൊരു അപകടമാണ് ഉണ്ടായത്. ആ അപകടത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശനിയാഴ്ച രാത്രി 10:30 ഉണ്ടായ ഒരു ദുരന്തം, ഒരു വലിയൊരു ദുരന്തമാണ് ഇത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദുരന്തമാണ്. മണ്ണിടിച്ചിലുണ്ടാകുന്നു. 50 അടി ഉയരത്തിൽ നിന്നാണ് ഈ മണ്ണ് വിള്ളലുണ്ടായിട്ട്, ആ തിട്ടയിൽ വിള്ളലുണ്ടായി മണ്ണ് വന്ന് വീഴുന്നത്. ഒരാളെ, ദമ്പതികൾ ബിജുവും സന്ധ്യയുമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ആ വീടിന് മുകളിലേക്കാണ് ഈ മണ്ണ് മുഴുവൻ വന്ന് വീണത്. ഒടുവിൽ നമ്മൾ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ ഒരാളെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുന്നു. കാലിന് ഗുരുതര പരിക്കുകൾ ഉള്ളതിനാൽ ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുന്നു സന്ധ്യയെ. പകരം അതിനുശേഷം നടത്തിയ തിരച്ചിലിൽ ഒരുപാട് ശ്രമങ്ങളുണ്ടായി. പക്ഷേ ആ സമയത്തും ഡോക്ടർമാർ ആദ്യം പറയുന്നുണ്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ബിജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. മനുഷ്യൻ്റെ ശരീരത്തിന് മുകളിലേക്കാണ് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ വന്ന് വീണത്. വലിയ തൂണൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജെയിൻ പറഞ്ഞത് വെച്ചിട്ട് തലയ്ക്ക് മുകളിലേക്കൊക്കെ ചതഞ്ഞു പോയ പോലെയുള്ള രീതിയാണ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ എത്രമാത്രം ഗൗരവമാണ് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബിജുവിനെയും അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ഈ സുരക്ഷാ മുൻകരുതലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്, അത്രയും കുടുംബം അവിടുന്ന് മാറി താമസിച്ചത് കൊണ്ട് ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഒരാളുടെ മരണമാണ് നമ്മൾ അറിയുന്നത്. മറ്റൊരാളെ ജീവനോടെ പുറത്തെത്തിച്ചു. പക്ഷേ എന്നാലും ദമ്പതികളാണ്, ഒന്നിച്ചു നിന്നവരാണ്. അവരിൽ ഒരാളാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. മറ്റൊരാൾ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ജെയിൻ തുടരുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ അടിമാലി ആശുപത്രിയിലേക്ക് ബിജുവിനെ കൊണ്ടുപോവുകയാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദൗത്യമായിരുന്നു, വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനം. ഒരാൾ നേരത്തെ തന്നെ ജീവനുണ്ട്. ബിജുവിന്റെ അവസ്ഥ എങ്ങനെയാണ്? മെഡിക്കലാണ് പറയേണ്ടതെങ്കിൽ പോലും ബിജുവിന്റെ മോശാവസ്ഥയിലാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. കാരണം ബീമിന്റെ അകത്ത് ഉൾപ്പെട്ട് കിടക്കുമായിരുന്നു. നമുക്ക് മാനുവലായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെഷീനറി ഉപയോഗിച്ചത്. പക്ഷെ എന്നാൽ സന്ധ്യയുടെ കേസിൽ നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവനക്കാർ വളരെ സാഹസികമായിട്ട് അകത്ത് കയറി ഈ സ്വന്തം ജീവൻ പോലും അപകടത്തിൽ വരുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ നമ്മളൊരു ജീവനെ രക്ഷപ്പെടുത്താൻ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ 6 മണിക്കൂറോളം ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. അങ്ങനെ അവർക്ക് വലിയ പരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ബിജുവിന്റെ കേസ് അന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വളരെ മോശാവസ്ഥയിലായിരുന്നു. ഈ ഒരുപാട് മണിക്കൂറുകളെടുത്ത് ഇടിഞ്ഞ് വീഴാറായി കെട്ടിടമാണ്. അത്രമാത്രം വലിയൊരു ടാസ്ക് ആയിരുന്നു ഈ 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 2 പേരെ പുറത്തെത്തിക്കാൻ വേണ്ടി. എത്രമാത്രം ഒരു ടെറേനായിരുന്നു. നിങ്ങൾ വന്ന് കാണുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? വളരെ മോശം അവസ്ഥയായിരുന്നു. ഇവിടെ മണ്ണിടിഞ്ഞ് വളരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് ഒരിടത്ത് കാലത്ത് നിന്ന് വർക്ക് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജീവനക്കാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അവർ വന്ന് ഒരു സമയം കളയാതെ തന്നെ വന്ന് അവർ ആ ഒരു ജീവൻ രക്ഷപ്പെട്ട പ്രവർത്തനത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്ന ഈ അവസരത്തിൽ. ഒരു മെഷീനറി അകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. മെഷീനറീസൊക്കെ നമുക്ക് ആവശ്യ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മെഷീനറി കൊണ്ടുപോയാൽ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്ക് വരുമെന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മെഷീനറി വേണ്ട, മാനുവലായിട്ട് തന്നെ ഇത്രയും സമയം നമ്മൾ പ്രവർത്തിച്ച് പൂർത്തിയാക്കിയത്. എത്തുമ്പോൾ ബിജു സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് വന്ന സമയവും കുറവായിരുന്നു. പക്ഷെ സന്ധ്യയുടെ കേസിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നു, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അപ്പം ബീമിനകത്ത് അടിയിലായിരുന്നു ഇവർ രണ്ടുപേരും. ബീമുണ്ടായിരുന്നു, കട്ടിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ അലമാര ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ജാമായി കിടന്ന അവസ്ഥയായിരുന്നു. കോൺക്രീറ്റ് വീടാണ്. അപ്പം ആ ഒരു ഭാരം മൊത്തം ഈ അകത്തേക്കായിരുന്നു വരുന്നത്. അപ്പോൾ ജീവനക്കാർ വന്നപ്പോൾ തന്നെ ഈ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ജാക്കി വെച്ച് സൈഡ് ഉയർത്തി അവരെ സേഫ്റ്റി കൂടെ നോക്കിക്കൊണ്ട് ആണ് അകത്ത് കയറുന്നത്. 6, 7, 8, 10ഓളം ജീവനക്കാരകത്ത് കയറി ഈ ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഹാമറൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സേഫായിട്ട് ഇവർക്ക് ആ സമയത്ത് ഫസ്റ്റ് എയ്ഡും സന്ധിക്കും കൊടുത്തുകൊണ്ടാണ് നമ്മളത് പുറത്തെടുക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ എല്ലാം നമ്മുടെ വർക്ക് തീർന്നു. ജില്ലാ ഫയർ ഓഫീസറാണ്.